വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻ്റെ ഇക്കാക്കും ഉപ്പാക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു ഏരിയക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഉമ്മ അതിനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മളെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മളെങ്ങോട്ടാ പോണേ? ഉണ്ടോ? നമുക്കൊന്ന് ചാടാ, പറ്റുകയാണെങ്കിൽ ഇതിലൊന്ന് ചാടാ. ഈ വരുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഉമ്മയുണ്ട് കേട്ടോ കൂടെ. അപ്പൊ ഉമ്മ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ടൂറ് പോണ ലെവലിലാണ് പോണത്. എങ്ങോട്ടാന്നൊന്നും അറിയില്ല, എവിടേക്കാന്നൊന്നും അറിയില്ല. കുറേ ലഗേജ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങോട്ടായിക്കൊന്നുള്ള ഫുഡാന്നാ പറഞ്ഞത്. തുറക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഞാൻ തുറക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഉമ്മാര് എന്തൊക്കെയോ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടല്ലോ ഇതില്. അപ്പൊ ഉമ്മ വാതിലൊക്കെ അടക്കുക കേട്ടോ. ഉമ്മ നല്ലോ ഭദ്രമായിട്ടൊക്കെ വാതിലൊക്കെ അടച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓ എങ്ങോട്ടാണാവോ ഇപ്പം നമ്മൾ ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ പോവുക. ഉമ്മാൻ്റെ കയ്യിൽ കുറേ ലഗേജ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിന്ന് പപ്പാ വിളിക്കേ നമ്മളിങ്ങനെ പോവാണ്. വിയലിട്ടമ്മ. അപ്പോൾ നമ്മളെ തോട്ടത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മളെ തോട്ടം വരുന്നത്. അപ്പൊ ഇത് പഞ്ചായത്ത് കുളമാണ് കേട്ടോ. പഞ്ചായത്ത് കുളം. നല്ല വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ. ഓ എന്താ ഓട്ടം, ഭയങ്കര തൃപ്പതില്ല. ഇതാണ് ഉപ്പാട്ടോ. ഉപ്പാ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് അതാണ് പണിക്കാരനാണ്. എപ്പോ തുടങ്ങിക്ക ഇരിയല്? എപ്പോ തുടങ്ങി? എപ്പോ അവിടെ ഇക്കാൻ്റെ പപ്പന്റെ അടുത്ത് പോവാ അടക്കതാക്കാന് പറഞ്ഞ് കുറേ നേരമായി. അടക്കിരുന്നോ? അവിടെ ഇരുന്നോ? ഇതാണ് ഉപ്പട്ടോ. ഉപ്പാനെല്ലാവരും ചോദിക്കാറുണ്ട്. അതാണ് ഉപ്പ ഭയങ്കര തിരക്കിട്ട പരിപാടിയില്ല, അടക്ക പറക്കുന്ന പരിപാടിയില്ല. പണിക്കാരനാണ്. അതിനുള്ള ചായ എന്താ കൊടുക്കട്ടോ. പച്ചയൊക്കെ ഇടാനുമ്മ. അമ്മാന്റെ കുട്ടി അതിന്റെ നീര് ഇതാവൂട്ടോ. എനിക്ക് കാണിച്ചു കൊടുക്ക എങ്ങനെ അടക്ക പറിക്കലെന്ന്. അതൊന്ന് കാണിച്ചു കൊടുക്കും. പിരിച്ചാണ്ട് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പിരിക്കലെന്ന് കാണിച്ചു കൊടുക്കാം. ഇവർക്കൊന്നും അറിയില്ലല്ലോ. ചാക്കാക്കി കൊടുക്കല. അപ്പൊ തന്നെ പിരിച്ചിട്ടോ. പണിക്കാരുണ്ടാവും. എന്നാലും ഞങ്ങളെ മൂച്ചാക്കിയാട്ടെ ഇങ്ങനെ ഒരു പാടില് ഉമ്മാന്റെ കുട്ടിക്ക് അതിന്റെ നീരായ ഛർദിക്കുട്ടോ. അല്ല ഇതിന്റെ നീര് അതിന് വല്ല ആക്കണ്ട. നോക്കി അതിന് കിട്ടോ. ആദ്യമായിട്ടാണ് ഇമാര് പരിപാടി അടക്ക പറിക്കുക. എന്തായാലും ഇവരെ കൂടെ ഇരിക്കുക. ഉണ്ടാക്കണ വെട്ടി തിന്നണ പണി അറിയുള്ളൂ. അറിയുള്ളൂ. നമ്മളെ അടക്ക ഇറക്കാനൊന്നും പോലെ നമ്മളുള്ള ടൈമില് ഉണ്ടാക്കി വെച്ചിങ്ങനെ വെട്ടി ഒന്ന് ഇളകി പണിയെടുത്തു. ആദ്യമായിട്ടോ ഇങ്ങനൊക്കെ പിരിക്കല്. അതിൽ കിട്ടും വേറിട്ടാ മതി. അങ്ങനെ തിരിച്ചോ. ഏതായാലും ഇതൊക്കെ ഞാനും ഉമ്മയൊക്കെ എടുക്കുന്നത് ഞങ്ങക്ക് ചെലവാണ് കേട്ടോ. പിരിക്കണേന് എന്താ വേണ്ടി? കൂലിയാണ്. കടലമുട്ടായെങ്കിലും കടലമുട്ടായൊന്നും പറ്റില്ല. ഞങ്ങക്ക് നല്ല കൂലിയാണ്. ഉമ്മാക്ക് ദോസഞ്ചറ്. ഉമ്മാന്റെ ജീവിതത്തിൽ അടക്കവറി. നിങ്ങൾക്ക് എന്താ ദോസഞ്ചറോ? ദോസഞ്ചറ്. കടലമുട്ടായി. എനിക്ക് കടലമുട്ടായി പറ്റൂല. എനിക്ക് അക്കത്താൻ്റെ ഐസ്ക്രീം. ഓന് മാത്രം ഐസ്ക്രീം. നോണ പറച്ചില ഇവിടെ നടക്കുള്ളൂ. അടക്ക ചാക്കാണെങ്കിൽ നമ്മൾ തന്നെ മെനക്കേണ്ടി വരും. ഇവിടെ നോണ പറച്ചിൽ മാത്രമേ നടക്കുള്ളൂ. പപ്പാന്റെ കുട്ടിയാ അവിടെ
ഒന്ന് കൊടുക്കണം. എന്താ വേണ്ടി? ഐസ്ക്രീം വേണ്ടി അസൂന്? ഐസ്ക്രീമാ? പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോ പറ്റിയതും തരും അമ്മച്ചി. ഉപ്പുമാവോ? ഉപ്പുമാവ് ഉണ്ടാക്കി പുട്ടും തിന്നു. അത് ബേക്കറിയിലേക്ക് എന്നാ കുഞ്ഞാ എന്താ ഉപ്പുമാ? അവനിത് വിശക്കൂലേ, തോട്ടത്ത് പോന്നല്ലേ നമ്മള്. അപ്പൊ അവന് ഐ ഐ ആണല്ലോ. എന്താ ഇവിടെ ഇളഞ്ഞി വെട്ടി ക്ഷണിക്കാതൊക്കെ രാവിലെ പോന്നില്ലേ? നമ്മൾ പായസം ഉണ്ടാക്കണ്ടേ? കിട്ടോ? അവിടെ ഉണ്ടോ? വീട്ടിലത്തെ ഉണ്ടോ? ഇത് ക്ഷീണത്തിന് കുടിക്കാനാ? വെള്ളം നല്ല ഉണ്ടല്ലേ? എനിക്കില്ലാതെ കഴിക്കട്ടോ. എനിക്ക് തരാതെ കെട്ടിയോൻ കഴിക്കണൊക്കെയാണ്. നല്ല സ്നേഹമുള്ള ഒരു ഹസ്ബൻഡ്. അപ്പം ഇതാണ് ഇവിടുത്തെ പഞ്ചായത്ത് കുളം. നമ്മളെ തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ്. നല്ല വെള്ളം കേട്ടോ. ചില ടൈമിൽ ഭയങ്കര മോശമായിട്ടാണ് ഉണ്ടാവാറ്. ഇന്നെന്തായാലും നല്ലതുണ്ട്. ചില ടൈമിൽ ആളുകളും ഉണ്ടാവില്ല അലക്കാനൊക്കെ. അങ്ങോട്ട് പോണ്ട. ഒക്കന്മാര് ചാടുണ്ട് വിചാരിച്ചു അമ്മക്ക് ചാടാച്ചല്ലോ. നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. പക്ഷെ ഇത് ഇവിടെയൊക്കെ പായലൊക്കെ എന്തൊക്കെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത്. നീന്തറിയാൻ കഴിയുന്നോ? എൻ്റെ ഉമ്മച്ചിക്കാര്യം നീന്തറിയില്ല. എന്നാലല്ലേ ഈ അല്ലേ അപ്പം നമ്മൾ തോട്ടത്തിൽ നിന്ന് വന്നിട്ട് അവർ വന്നിട്ടില്ല. ഉപ്പിയൊന്നും വന്നില്ല. ഞാനും ഉമ്മയൊക്കെ വന്നിട്ട്. അപ്പോൾ കുറേ സാധനം വാങ്ങിച്ചിട്ടാണ് ഉമ്മ പോന്നിട്ടുള്ളത് കേട്ടോ ഷോപ്പിൽ നിന്ന്. വൈകുന്നേരത്തിന് നൂഡിൽസ് പറഞ്ഞിട്ട് നൂഡിൽസ് വാങ്ങിനെ, ബിസ്ക്കറ്റ് വാങ്ങിനെ, പിന്നെ ഹസൂന് കുറേ സിപ്പപ്പ് ഉമ്മക്കൊക്കെ കുറേ മിഠായിയൊക്കെ വാങ്ങിച്ചു പോകുന്നത്. ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്കില്ല. രണ്ട് സൈസ് ബിസ്ക്കറ്റ്. എനിക്ക് ഒരു ചോക്കോബാർ വേണം കേട്ടോ. തൊളിച്ച് തരാം മുത്തേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നൈറ്റ് റൈഡിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നത് നമ്മൾ രാവിലെ എല്ലാവരും ഒരുപോലെ തോട്ടത്ത് പോയൊക്കെ പണിയെടുത്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ രാത്രി നമുക്ക് നൈറ്റ് ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി എല്ലാം മന്തിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അരീക്കോട് ഒരു ഷോപ്പിൽ വന്നതാണ്. കുഴിമന്തിൻ്റെ ഒരു ഇത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇവിടുത്തെ. അപ്പോൾ എന്തായാലും ഉമ്മാക്ക് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുകയാണ്. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കുഴിമന്തി, അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ അൽഫാം പെരിയൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമ്മളൊരു ചെറിയൊരു സന്തോഷമുള്ളൊരു വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരോടും നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ചിരിയും കളി എല്ലാം കൂടിയായിട്ട് ഭയങ്കരമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കലൊക്കെ നമ്മളെ വീട്ടിലെല്ലാവരും ഒരുമിച്ചാണ് എല്ലാ നേരവും ഫുഡ് കഴിക്കൽ, വീട്ടിലുള്ള ടൈമിലൊക്കെ കേട്ടോ. അപ്പോൾ നൈറ്റിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഫാമിലി വ്ളോഗുകളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഷോപ്പ് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ഒക്കെ വരുന്നത്. തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ബായ്.